നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളൂർ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 18/11/2025 ചൊവ്വാഴ്ച രാവിലെ റബ്ബർ വില. സ്വർണം 1 ഗ്രാമിൻ്റെ മുകളിൽ 30 രൂപയും 1 പവൻ്റെ മുകളിൽ 240 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇനി ഈ റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 186, RSS 5 കിലോ 181, ISL20 165, ലാറ്റക്സ് 60% ആഴ്ചയുള്ള 125 രൂപ 20 പൈസയാണ്. ആണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 186, RSS 5 കിലോ 181. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 175, ലോട്ട് കിലോ 165 മുതൽ 170 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 121 രൂപ 50 പൈസ, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 92 രൂപ 63 പൈസ. ലാറ്റക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റക്സ് 164, 25% DRC ഉള്ള 200 ലിറ്റർ ബാലന് 8200, 30% DRC ഉള്ള 200 ലിറ്റർ ബാലന് 9840, 35% DRC ഉള്ള 200 ലിറ്റർ ബാലന് 10480. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 178, RSS 5 കിലോ 173, ISL20 160 മുതൽ 160 രൂപ 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 102 മുതൽ 112 രൂപയാണ്. ഇന്നത്തെ വ്യാപാരി വിലയിൽ RSS 5 1 രൂപ കുറഞ്ഞു, ISL20 ഒട്ടുപാലിന് 50 പൈസയാണ് കുറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 11495, 1 പവൻ 91,960. അതുപോലെ 24 ക്യാരറ്റ് 1 ഗ്രാം 12,540, 1 പവൻ 1,320,000 രൂപയാണ്. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 9,405, 1 പവൻ 75,240. തേങ്ങ വില നോക്കുമ്പോൾ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 90, വെളിച്ചെണ്ണ ലിറ്ററിന് 450, പിണ്ണാക്ക് എസ്പെലറിന് 338, റോട്ടറി 40. വെളിച്ചെണ്ണ ലിറ്ററിന് 450, കൊപ്ര എടുത്തവിടെ 220. കച്ചോലം 675 ഉണങ്ങിയത്, കൊക്കോ ഉണങ്ങിയത് 330, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 683, കുരുമുളക് പുതിയത് 673, കുരുമുളക് ഗാർബിൾഡ് കിലോ 703, ചുക്ക് ബെസ്റ്റ് 300, മഞ്ഞൾ സേല 155, ഗ്രാമ്പു 770, ഗ്രാമ്പു നാടൻ 880, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1850, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടി കയർ 10 മുതൽ 15, പൈനാപ്പിൾ പച്ച 26, പഴം 28, ജാതിക്ക 90 കൂടി 290, കുരുമുളക് വയനാടൻ 670, കുരുമുളക് ചേട്ടൻ 660. ഇന്നലെ കനത്ത മഴയായതിനാൽ ഏകദേശം 2 മണിക്കൂർ നിന്ന് പെയ്ത് ഒരു കുടത്തിന് 1 തുള്ളി എന്ന രീതിയിലാണ്. നല്ല മഴയായിരുന്നു. അതുകൊണ്ട് മിക്ക ആൾക്കാരും ഇന്ന് ടാപ്പിങ്ങിന് ഇറങ്ങിയില്ല. കവർട്ട മരങ്ങൾ രാവിലെ ഇറങ്ങി ചില ആൾക്കാർ വെട്ടി. ഇതോടുകൂടി അതിശക്തമായ മഴയാണ്. കിഴക്കൻ മേഖലയിലും തമിഴ് മേഖലയിലും മഴ തകൃതിയായി പെയ്തു. ലഘു മേഘസ്ഫോടനം വരെ ഉണ്ടായി. കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ കടലിലേക്ക് മത്സ്യബന്ധന യാനകൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ്. കരയടിപ്പിക്കുന്നതും അതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയടിപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. മാത്രമല്ല ബീച്ചിലേക്ക് ഉള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. ഈ സമയത്ത് അതിശക്തമായ മഴ വീണ്ടും പ്രതീക്ഷിക്കാം. പെടേണ്ട കാര്യമില്ല, ജാഗ്രതയിൽ മതി. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടതിന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.